ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ച് ഒരു നാടൻ കൂട്ടാനാണ് റെഡിയാക്കാൻ പോണേ. ചക്കക്കുരു കൊണ്ട് എല്ലാവരും കൂട്ടാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ഒരു വെറൈറ്റി ഇൻഗ്രീഡിയൻറ്റും ചേർത്തിട്ടാണ് കൂട്ടാൻ റെഡിയാക്കുന്നത്. 1/4 കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് കഴുകി എടുത്തിട്ട് വരാം. കഴുകിയെടുത്ത പരിപ്പിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ നെയ്യ്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. പരിപ്പ് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നല്ലോണം ഇളക്കാം. ഇനി നമുക്ക് 3 വിസിൽ ഇട്ടെടുക്കാം. പരിപ്പ് വേവുമ്പോഴേക്ക് നമുക്ക് ചക്കക്കുരും വേവിച്ചെടുക്കാം. ചക്കക്കുരും വേവാനുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. പരിപ്പും ചക്കക്കുരും വേകുമ്പോഴേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് വറുത്തെടുക്കാം. ഞാൻ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്നാണ് കേട്ടോ. ചക്കക്കുരു കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് വറുത്ത് നാളികേരത്തിൻ്റെ കൂടെ അരച്ച് ചേർക്കുമ്പോൾ കൂട്ടാൻ നല്ല സ്വാദുണ്ടാവും. ഈ ഉഴുന്ന് നല്ലോണം വറുത്തെടുക്കണം. വറുത്തെടുത്ത ഉഴുന്ന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചിരകിയ നാളികേരം, കുറച്ച് വേപ്പില, 2 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്ന മുളക് എല്ലാം കൂടി വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ചക്കക്കുരു നല്ലോണം വെന്തുട്ട. ചക്കക്കുരു വേകുമ്പോൾ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ചേർക്കുന്നുണ്ട്. പരിപ്പ് ചേർത്ത് ഒന്ന് തിളക്കട്ടെ. പരിപ്പ് ചേർത്ത് തിളച്ചുവിട്ട. വെറുതെ ഒന്ന് തിളച്ചാൽ മാത്രം മതിയിട്ടാ. കുറേ സമയമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ഇനി ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ഈ അരപ്പിൻ്റെ പച്ചമണം പോകണം. നാളികേരം അരച്ചത് ചേർത്തിട്ട് കൂട്ടാൻ നല്ലോണം തിളച്ചു കൂട്ടാം. തിളയ്ക്കണ സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കിക്കോളൂ. എന്താന്ന് വെച്ചാൽ നമ്മൾ പരിപ്പിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചേക്കണേ. അപ്പം അതനുസരിച്ച് തിളച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കൂട്ടാൻ വറുത്തിടാം. കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വറുത്തിടാൻ എത്ര എണ്ണ ആവശ്യമോ അതനുസരിച്ച് എടുത്തോളൂ. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ജീരകം ഇഷ്ടമാണെങ്കിൽ മാത്രം വറുത്തിട്ടാൽ മതിയിട്ടാ. എനിക്ക് ഇഷ്ടമായ കാരണമാണ് ഞാൻ ജീരകം ചേർത്തത്. 1/4 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് ചെറിയ ഉള്ളി, 3 ചുവന്ന മുളക്, കുറച്ച് വേപ്പില. ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ലോണം മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചക്കക്കുരു വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.